ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും JMM സ്ഥാപക നേതാവുമായ ഷിബു സോറൻ അന്തരിച്ചു. ഡൽഹിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ജാർഖണ്ഡ് രൂപീകരണത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു 81-കാരനായ ഷിബു സോറൻ. 6 പതിറ്റാണ്ടിന് മുമ്പ് ഗോത്രവിഭാഗങ്ങൾക്കായി ശബ്ദമുയർത്തിയാണ് രാഷ്ട്രീയ പ്രവേശനം. നിരന്തര ചൂഷണത്തിനും അടിച്ചമർത്തലുകൾക്കും ഇരയായിരുന്ന ആദിവാസി വിഭാഗങ്ങളെ സംഘടിപ്പിച്ചായിരുന്നു പോരാട്ടങ്ങൾ. കൊലപാതക കേസുകളിൽ അകപ്പെട്ട് ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്. സംഭവബഹുലമായിരുന്നു ഷിബു സോറന്റെ രാഷ്ട്രീയ ജീവിതം. RDS റാപ്പിലേക്ക്. UPയിൽ അധസ്ഥിതരുടെ മിശിഹായിരുന്നു കാഞ്ചിറാമെങ്കിൽ ജാർഖണ്ഡിൽ ആ റോൾ ഷിബു സോറനായിരുന്നു. കൊള്ളപ്പലിശക്കാരുടെയും ഭൂവുടമകളുടെയും മുഷ്കിന് മുന്നിൽ ആത്മാഭിമാനം അടിയറവ് വെച്ച ഗോത്ര വിഭാഗക്കാർക്ക് ഷിബു സോറൻ രക്ഷകനായി. സ്കൂൾ പഠനകാലത്ത് പിതാവ് ബ്ലേഡ് മാഫിയയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ചെറുപ്രായത്തിൽ തന്നെ അനീതിക്കെതിരെ പോരാടാൻ പ്രേരണയായി. 1962 സന്താൾ നവയുക്ത സംഘ് എന്ന പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ഷിബു സോറന്റെ പ്രായം 18 വയസ്സ്. 10 വർഷത്തിനുള്ളിൽ സംഘടന വളർന്ന് ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന രൂപത്തിലേക്ക് മാറിയതോടെ സോറന്റെ സ്വീകാര്യത കൂടി. നിരന്തര ചൂഷണത്തിനും അടിച്ചമർത്തലുകൾക്കും ഇരയായിരുന്ന ആദിവാസി വിഭാഗങ്ങളെ സംഘടിപ്പിച്ചു. ഇതോടെ ഷിബു സോറൻ ഗോത്രമേഖലകൾക്ക് ഗുരുജിയായി. ബീഹാറിനെ വിഭജിച്ച് പുതിയ സംസ്ഥാനം വേണമെന്ന ദീർഘകാല ആവശ്യം നിറവേറിയത് 2000-ലാണ്. രാഷ്ട്രീയ ജീവിതത്തിൽ വിട്ടുവീഴ്ചയ്ക്കും ഒത്തുതീർപ്പുകൾക്കും വഴങ്ങിയിട്ടുണ്ട്. എങ്കിലും അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിയ നേതാവെന്നാകും കാലം സോറനെ അടയാളപ്പെടുത്തുക. RDX റാപ്പ് ന്യൂസ് മലയാളം. ജാർഖണ്ഡിന്റെ ഗുരുജിയായിരുന്നു അദ്ദേഹം. 1944 ബീഹാറിന്റെ ഭാഗമായിരുന്ന രാംഗഡ് ജില്ലയിലെ ഒരു സന്താൾ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. സ്കൂൾ പഠനകാലത്ത് പണമിടപാടിന്റെ പേരിൽ ഷിബു സോറന്റെ അച്ഛൻ കൊല്ലപ്പെട്ടു. അതാണ് അദ്ദേഹത്തെ പൊതുജീവിതത്തിലേക്ക് നയിച്ചത്. 1962 സന്താൾ നവയുക്ത സംഘ് രൂപീകരിച്ചു. തീവ്ര ഇടതുപക്ഷ നയം പിന്തുടരുന്ന സംഘടനയായിരുന്നു അത് ആദ്യഘട്ടത്തിൽ. 72 ജാർഖണ്ഡ് മുക്തി മോർച്ച രൂപീകരിച്ചു. പുതിയ സംസ്ഥാനം രൂപീകരിക്കണം എന്ന ആവശ്യം അദ്ദേഹം ശക്തമാക്കി. ഗോത്രവിഭാഗക്കാരെ ചൂഷണം ചെയ്ത പണമിടപാടുകാർക്കെതിരെ അതിശക്തമായിട്ട് അദ്ദേഹം പോരാടി. ആദിവാസികളെ ചൂഷണം ചെയ്തിരുന്ന ഭൂവുടമകൾക്കെതിരെ കടുത്ത നിലപാട് എടുത്തു അദ്ദേഹം. ആദിവാസികൾ നേരിടുന്ന കുടിയിറക്കൽ പ്രശ്നത്തിൽ പ്രത്യേകമായി ഇടപെട്ടു. ആദിവാസി പ്രശ്നങ്ങളിൽ റാലികളും സത്യാഗ്രഹങ്ങളും നടത്തി അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹം ദേശീയതലത്തിലേക്ക് തന്നെ ഉയർന്നത്. 2005, 2008, 2009, 2010 കാലഘട്ടങ്ങളിലായി 3 തവണ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായെങ്കിലും കാലാവധി തികച്ചില്ല. 3 തവണയും 6 മാസത്തിലധികം മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം തുടരാനായില്ല അദ്ദേഹത്തിന്. ജാർഖണ്ഡ് ചരിത്രത്തിൽ ഏറ്റവും കുറവ് ദിവസം മുഖ്യമന്ത്രിയായത് ഷിബു സോറനാണ് എന്നുകൂടെ നമ്മൾ ഓർക്കണം. 2005 ഷിബു സോറൻ മുഖ്യമന്ത്രി കസേരയിരുന്നത് വെറും 10 ദിവസം മാത്രമാണ് എന്നോർക്കണം. മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ 3 തവണ കേന്ദ്രമന്ത്രിയായി. പാർലമെന്റിലും അദ്ദേഹം പ്രശ്നങ്ങൾ ഉന്നയിച്ചു. ധൂംകെയെ പ്രതിനിധീകരിച്ച് 7 വട്ടം ലോക്സഭാംഗം, 2 തവണ രാജ്യസഭാംഗമായിട്ടും പാർലമെന്റിലെത്തി. 75 നടന്ന ചിരുതി കൂട്ടക്കൊല കേസിൽ ഷിബു സോറൻ പ്രതിയായിരുന്നു. കേസിൻ്റെ വിചാരണ 3 പതിറ്റാണ്ടോളം നീണ്ടത്. രാഷ്ട്രീയമായിട്ട് വലിയ തിരിച്ചടിയായിരുന്നു അദ്ദേഹത്തിന്. 1994 മുൻ പ്രൈവറ്റ് സെക്രട്ടറി ശശിനാഥ് ഝായെ തട്ടിക്കൊണ്ടുപോയി കൊന്ന കേസിലും അദ്ദേഹം പ്രതിയായിരുന്നു. കേസിൽ 2007 ഡൽഹി ഹൈക്കോടതി ഷിബു സോറനെ കുറ്റവിമുക്തനാക്കി. വലിയൊരു രാഷ്ട്രീയ ജീവിതമായിരുന്നു. സംഘർഷങ്ങളുണ്ട്, എതിർക്കാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ വലിയ തോതിൽ അളക്കേണ്ടുന്നൊരു രാഷ്ട്രീയ ജീവിതമായിരുന്നു അതല്ലേ? തീർച്ചയായും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഒരു ആദിവാസി വിഭാഗത്തിൽ അദ്ദേഹം ജനിക്കുന്നു. അവർ അതിൻ്റെ എല്ലാ കൊടിയ പീഡനങ്ങളും സഹിക്കുന്നു. ഈ ഭൂവുടമകൾ, അതായത് പലിശക്കാരായ ഭൂവുടമകളാണ് ഷിബു സോറൻ്റെ അച്ഛനെ കൊലപ്പെടുത്തുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹം പിന്നീട് അവർക്കൊപ്പം നിന്ന് പോരാടുന്നതിന് വേണ്ടിയിട്ടുള്ളത്, അതായത് ആ സാന്താൾ വിഭാഗത്തിനൊപ്പം നിന്ന് പോരാടാനുള്ള തീരുമാനമെടുക്കുന്നു. അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു, രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. ഘട്ടം ഘട്ടമായി അദ്ദേഹം വളരുന്നു, രാജ്യത്തെ ഏറ്റവും പ്രമുഖനായ നേതാക്കന്മാരിൽ ഒരാളായി മാറുന്നു. ആ കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ നമുക്കിപ്പോൾ ഈ പരിമിതമായ സമയത്തിൽ ഒരു കാര്യം കൂടി ഓർത്തു പോകേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കേരള ബന്ധം അത് 93 നരസിംഹറാവു മന്ത്രിസഭയുടെ കാലത്ത് ഈ ഭൂരിപക്ഷം തികയ്ക്കാനുള്ള MP-മാരില്ലാത്ത ഘട്ടത്തിൽ 4 MP-മാരാണ് JMM-നുള്ളത്. ആ 4 MP-മാരുടെ ഒരു പിന്തുണയോടെയാണ് സർക്കാർ നിലനിന്നത് അന്ന് ഈ അവിശ്വാസ പ്രമേയത്തിൻ്റെ സമയത്ത്. അത് നിലനിർത്തുന്നതിന് വേണ്ടി ഈ 4 പേർക്കും 3 കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്നുള്ളതായിരുന്നു അന്ന് ഉയർന്ന ആരോപണം. അതാണ് JMM കോഴക്കേസ് എന്ന ആ കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ദീർഘകാലം അന്വേഷണം നീണ്ടു നിൽക്കുകയും ചെയ്ത കേസ്. അത് അന്ന് നരസിംഹറാവുവിൻ്റെ മന്ത്രിസഭയുടെ കാര്യത്തിൽ സനീഷിന് ഓർമ്മയുണ്ടാവില്ല. ആ സർക്കാരിൻ്റെ കാര്യത്തിൽ അന്നത്തെ കിങ് മേക്കർ എന്ന് പറയുന്നത് K. കരുണാകരനാണ്. ഈ പണം കൊടുത്തത് K. കരുണാകരൻ വഴിയാണ്. K. കരുണാകരനാണ് ഈ പണം കൊടുത്ത് സർക്കാരിനെ പിടിച്ചു നിർത്താൻ ഇടപെട്ടത് എന്നുള്ളതായിരുന്നു അന്നത്തെ സുപ്രധാന ആരോപണം. ഈ ആരോപണങ്ങളിലെല്ലാം ആദ്യഘട്ടത്തിൽ K. കരുണാകരനും ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ പിന്നീട് കേസാവുകയും പ്രതിപട്ടികയിൽ ഒക്കെ രൂപപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ കരുണാകരൻ അതിൽ നിന്ന് മാറുകയും ഈ കേസിൽ ഇവർ കുടുങ്ങുകയും ചെയ്തു. പക്ഷേ പിന്നീട് കേസിൽ നിന്ന് JMM അടക്കം ഒഴിവാകുന്ന സാഹചര്യമായിരുന്നു പിന്നീട് ഉണ്ടായത്. അതെ, ആ നിലക്ക്
ബിർസ മുണ്ടയുടെ പാരമ്പര്യം ഉൾക്കൊണ്ട് ജാർഖണ്ഡിലെ ഗോത്രവിഭാഗത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച നേതാവായിരുന്നു ഷിബു സോറൻ. ആദിവാസികൾ അനുഭവിക്കേണ്ടി വന്ന കൊടിയ ചൂഷണങ്ങൾക്കും പീഡനങ്ങൾക്കും നേരെ കരുത്തോടെ പ്രവർത്തിച്ച നേതാവ്. രാഷ്ട്രീയ കുടുക്കൽ വാങ്ങലിൽ പലവട്ടം ചുവട് പിഴച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. പലപ്പോഴും ഉയർത്തിയ രാഷ്ട്രീയത്തെ തന്നെ ചോദ്യചിഹ്നത്തിലാക്കി ഷിബു സോറൻ പെരുമാറുകയും ചെയ്തു. അപ്പോഴും സോറൻ ഉയർത്തിയ മുദ്രാവാക്യങ്ങളും അതുവഴി നേടിയെടുത്ത അവകാശങ്ങളും റദ്ദ് ചെയ്യപ്പെടുന്നില്ല എന്ന് തന്നെ RDX കരുതുന്നു. ഉത്തർപ്രദേശിലെ ദളിത് നേതാക്കളായ കൻഷിറാമും മായാവതിയും പോലെ, ഉത്തർപ്രദേശിലെ തന്നെ മുലായം സിംഗും ബീഹാറിലെ ലാലു പ്രസാദും പോലെ ഉത്തരേന്ത്യയിലെ പിന്നാക്ക രാഷ്ട്രീയത്തിലെ ഗുരുജിയായി തന്നെയാണ് അദ്ദേഹം മടങ്ങുന്നത്. ഷിബു സോറിന് RDXന്റെ അന്ത്യാഞ്ജലി. ഇന്നത്തെ RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.